ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പൈരോഗ്രാം സീരീസിൻ്റെ പാർട്ട് 8 ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ അഡ്മിൻ കമൻറ്റ്സ് എങ്ങനെ സെറ്റാക്കുക. അഡ്മിൻ കമൻറ്റ്സ് എന്ന് വെച്ചാൽ അഡ്മിൻസിന് മാത്രം വർക്കാകുമ്പോൾ ബാക്കിയുള്ള യൂസേഴ്സിനായിരിക്കും വർക്കാകത്തില്ല. ഈ ഒരു കമൻറ്റൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫ്യൂച്ചറാണ്. കമൻറ്റ് അല്ല, യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫ്യൂച്ചറാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിലാണ് സെറ്റാക്കുന്നത്. കുറേ മെത്തേഡിൽ സെറ്റാക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് ഡൗട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാവുന്ന പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ ഞങ്ങൾ എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് എവിടെയാണോ എഡിറ്റിംഗ് ചെയ്യേണ്ടത്, എവിടെയാണോ അഡ്മിൻസ് കമൻറ്റ് സെറ്റാക്കേണ്ടത്, ആ ഒരു പേജ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ആ ഒരു പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം എഡിറ്റ് ഫയലിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. സൈഡിലെ 3 ഡോട്ട്സിലേക്ക് ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് ഫയലിലേക്ക് ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് ഫയലിലേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താക്കണമെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സംഭവം പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളെ. ഫസ്റ്റ് ഞാൻ അഡ്മിൻസ് ഐ ഡി എന്ന് വെച്ചാൽ സിംഗിൾ അഡ്മിന് മാത്രമുള്ള ഐ ഡി എങ്ങനെ സെറ്റാക്കുന്നത് കാണിച്ചു തരാം. അഡ്മിൻസ് ഇസിക്കൽ ടു നിങ്ങളുടെ ടെലഗ്രാമിൻ്റെ ഐ ഡി ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ടെലഗ്രാമിൽ ഒന്ന് എൻ്റെ ടെലഗ്രാമിൻ്റെ ഐ ഡി കോപ്പി ചെയ്തതിന് ശേഷം നേരെ അഡ്മിൻസ് ഇസിക്കൽ ടു ജസ്റ്റ് ഐ ഡി കൊടുത്തു. ഐ ഡി കൊടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കൂടി കാണിച്ചു തരാം. ഓക്കെ, അഡ്മിൻസിൻ്റെ ഐ ഡി നമുക്ക് മൾട്ടിപ്പിൾ ഐ ഡി എങ്ങനെ കൊടുക്കാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് മാത്രം മതി. ഓക്കെ, മൾട്ടി യൂസറിൻ്റെ ഐ ഡി എങ്ങനെ കൊടുക്കാൻ കാണിച്ചു തരാം. ഓക്കെ, താഴോട്ട് കയറാം. ഇപ്പം ഞാൻ ഈ ഹാഷ്ടാഗ് എടുത്തതെന്ന് വെച്ചാൽ ആ ഒരു സംഭവം ഫുള്ളും വർക്ക് ജസ്റ്റ് ടെക്സ്റ്റിന് മാത്രം ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ മൾട്ടി ഐ ഡി കൊടുക്കുമ്പോൾ ഹാഷ്ടാഗ് ഇട്ട് കൊടുക്കണ്ട, ജസ്റ്റ് ആൾക്കാർക്ക് നോട്ടാകാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തോ പറഞ്ഞ് എനിക്ക് അറിഞ്ഞുകൂടാ സംഭവം. ഓക്കെ, അഡ്മിൻസ് ഇസിക്കൽ ടു ഇതുപോലത്തെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ടൊരു ഐ ഡി പേസ്റ്റ് ആക്കാം. എന്നിട്ട് കൊമയുടെ വേറൊരു ഐ ഡി പേസ്റ്റ് ആക്കാം. കൊമയുടെ വേറൊരു ഐ ഡി പേസ്റ്റ് ആക്കാം. നിങ്ങൾക്ക് എത്ര ഐ ഡി വേണം കൊടുക്കാം. എന്നിട്ട് ആ ഒരു ബ്രാക്കറ്റ് ജസ്റ്റ് ഒന്ന് ക്ലോസ് ആക്കി കൊടുക്കാം. എന്താ വെച്ചാൽ ഇങ്ങനെ കൊടുക്കുന്നതാണ് ഡാറ്റാബേസ്, അതായത് കുറേ യൂസേഴ്സിൻ്റെ ഐ ഡി എടുക്കുന്നത്. ഓക്കെ, ഇതേ മെത്തേഡിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ടാക്കിയാൽ മാത്രം മതി. അല്ലാതെ നമുക്ക് വേറെ വേരിയബിൾസ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വേരിയബിൾസിനെ മോഡിഫൈ ആക്കിയിട്ട് വെക്കേണ്ടി വരും, അല്ലാണ്ട് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഓൺ മെസ്സേജ് കമാൻഡ് ജസ്റ്റ് ഒന്ന് സെറ്റാക്കാം. ഇതിൽ എൻ്റെ ക്ലയൻറ്റ് ഉള്ളത് മോട്ടക് എന്ന ക്ലയൻറ്റാണുള്ളത്. ഓക്കെ, ഞാൻ മോട്ടൊക്കെ തന്നെ കൊടുത്തു. ഓക്കെ, പിന്നെ ഓൺ മെസ്സേജിനെ പറ്റിയിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ മുന്നത്തെ പാർട്ടൊക്കെ കണ്ടാൽ മതി, മനസ്സിലായിക്കോളും. ഓക്കെ, ഓൺ _ നമ്മളുടെ _ മെസ്സേജ് ഇട്ടു. ഓൺ മെസ്സേജ് നമ്മൾ സെറ്റാക്കുന്ന ഒരു കമാൻഡ് വേണ്ടിയിട്ടാണ്. ഓക്കെ, ബ്രാക്കറ്റ് മറ്റേ ഫിൽറ്റേഴ്സ് _ കമാൻഡ് കൊടുക്കുകയാണ്. കമാൻഡ് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളൊരു കമാൻഡ് സെറ്റാക്കാം. ഓക്കെ, ഞാൻ സ്റ്റാർട്ടിൽ കമാൻഡ് സെറ്റാക്കാണ്. എൻ്റെ നമ്മളുടെ അതൊക്കെ ഫുള്ള് ക്ലോസ് ആക്കി എൻ്റെ ഒരു ആൻഡ് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു ആൻഡ് ഇട്ടതിന് ശേഷം ഒരു സ്പേസ് വിടാം. എൻ്റെ ഫിൽറ്റേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫിൽറ്റേഴ്സ് യൂസർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. യൂസേഴ്സ് അല്ല, യൂസർ. എന്നിട്ട് ഒരു ഓപ്പൺ ബ്രാക്കറ്റ്. എന്നിട്ട് ആടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ സെറ്റാക്കിയ ഈ അഡ്മിൻസില്ലേ, ഈ ഒരു അഡ്മിൻസിനെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു അഡ്മിൻസ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി എടുത്തതിന് ശേഷം നേരെ ഇവിടെ വരാം. ഇവിടെ യൂസറിൻ്റെ ഒരു ബ്രാക്കറ്റിൽ വരാം, അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ക്ലോസ് ആക്കാം ബ്രാക്കറ്റ്. എന്നിട്ട് വേറൊരു ബ്രാക്കറ്റും കൂടി ക്ലോസ് ആക്കണം. അത് എവിടുത്തെ ബ്രാക്കറ്റും ജസ്റ്റ് മാർക്കാക്കി അടിച്ചു തരാം. ഇപ്പോൾ ക്ലോസ് ആക്കിയിട്ടുള്ളത് ഈ യൂസറിൻ്റെ അവിടെ നിന്ന് വന്ന ബ്രാക്കറ്റാണ്. ഇപ്പോൾ ഓപ്പൺ ആക്കി അത് ക്ലോസ് ആക്കി. ഇനി വേറൊരു ബ്രാക്കറ്റും കൂടി ക്ലോസ് ആക്കാണ്ട് ആ ഒരു ബ്രാക്കറ്റ് വരുന്നുള്ളത് ഓൺ മെസ്സേജിൻ്റെ അവിടെ നിന്നാണ്. ഞാൻ ജസ്റ്റ് അതും കൂടി മാർക്കാക്കി കാണിച്ചു തരാം. ഒരു ബ്രാക്കറ്റ് ഇപ്പോൾ ക്ലോസ് ആക്കി. ഈ ഒരു ബ്രാക്കറ്റ് വന്നിട്ടുള്ളത്, ഓക്കെ, ഈ ഒരു ബ്രാക്കറ്റ് ഇപ്പോൾ ഞാൻ ഇട്ട ബ്രാക്കറ്റ് വന്നിട്ടുള്ളത് ഓൺ മെസ്സേജിൻ്റെ അവിടെ നിന്ന് വന്നിട്ടുള്ള ബ്രാക്കറ്റാണ്. ഈ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ആക്കിയിട്ടില്ലെങ്കിൽ എങ്ങനെ എറർ വരും. ഓക്കെ, ആ ഒരു ബ്രാക്കറ്റ് ഇപ്പോൾ ക്ലോസ് ആക്കി. ഇനി നെക്സ്റ്റ് ലൈനിൽ വരാം. നെക്സ്റ്റ് ലൈനിൽ നമ്മൾ നോർമൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുള്ളത്, ആൻസിങ്ക് ദിഫ് പിന്നെ ഫംഗ്ഷൻ നെയിം. ഓക്കെ, ഫംഗ്ഷൻ നെയിം ഓപ്പൺ ബ്രാക്കറ്റ് ക്ലയൻറ്റ്. ഓക്കെ, ക്ലയൻറ്റ് കോമ പിന്നെ മെസ്സേജ്. ഓക്കെ, ക്ലയൻറ്റ് കോമ ടൈപ്സ്. ഓക്കെ, എന്നിട്ട് ഞാൻ കുറച്ച് 4 സ്പേസുകളാണ്. 4 സ്പേസ് ഇട്ടതിന് ശേഷം എവൈറ്റ് പിന്നെ മെസ്സേജ്. ഓക്കെ, മെസ്സേജ് _റിപ്ലൈ. എന്നിട്ട് ഓപ്പൺ ബ്രാക്കറ്റ് ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് ഒരു കണ്ടൻറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ബോട്ട് സ്റ്റാർട്ടഡ് കണ്ടൻറ്റ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഡബിൾ കോട്ട് ക്ലോസ് ആക്കി ബ്രാക്കറ്റും ക്ലോസ് ആക്കി. എന്നിട്ട് നേരെ കമ്മിറ്റ് ചേഞ്ചസ് അടിച്ച് കൊടുക്കാം. ഇത്ര മാത്രമാണ് ചെയ്യാനുള്ളത്, വേറൊന്നും ചെയ്യാനില്ല. _filters.user മാത്രമേ ചെയ്യാനുള്ളത്, വേറൊന്നും ചെയ്യാനില്ല. എന്നിട്ട് കമ്മിറ്റ് ചേഞ്ചസ് അടിച്ച് കൊടുക്കാം. ബോട്ട് ഡിപ്ലോയിൻ്റേഷൻ ആ കാണിച്ചു തരാം ഔട്ട്പുട്ട്. ഓക്കെ, ഇത് ഫസ്റ്റ് തന്നെ അഡ്മിൻസ് വന്നിട്ട് ബോട്ടിൽ സ്റ്റാർട്ട് അടിച്ചാൽ ബോട്ട് വർക്കാവും. അതായത് ബോട്ടിൻ്റെ സ്റ്റാർട്ടിൻ്റെ ഇതൊക്കെ അഡ്മിൻസിന് വരും. നമുക്ക് സ്റ്റാർട്ടിൽ മാത്രമാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു യൂസർ, ഓക്കെ, ഒരു പുതിയൊരു യൂസർ വന്നിട്ട് ബോട്ടിൽ സ്റ്റാർട്ട് അടിച്ചാൽ ബോട്ട് വർക്കാവത്തില്ല. ഓക്കെ, പുതിയൊരു യൂസറിൽ ഏതൊരു യൂസർ വന്നിട്ട് സ്റ്റാർട്ട് അടിച്ചാൽ ബോട്ട് വർക്കാവത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടാൽ മറക്കാത്ത ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്കും ചെയ്യുക, ഒരു കമൻറ്റും കൂടി ചെയ്യുക. കമൻറ്റ് എന്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് നെക്സ്റ്റ് വീഡിയോ വേണ്ടത്, ആ വീഡിയോനെ പറ്റി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്നോട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ തീർച്ചയായും ചെയ്യും, അല്ലെങ്കിൽ ചെയ്യത്തില്ല. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.